ഹരേ കൃഷ്ണ. ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഭഗവാന്റെ ഭക്തരുടെ അനുഭവങ്ങൾ പറയുന്ന ചാനലാണ്. കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്. ലിങ്ക് ചൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭക്തന് നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഭഗവാൻ നടത്തിത്തരും. ഒന്ന് കേട്ടു നോക്കിയാലോ. ഞാനും ഭാര്യയുമായിട്ട് കൊറോണ ദിവസം വരുന്ന സമയം, കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമാണ്. ദിവസം തിരക്ക് കുറവായിരിക്കുന്ന പ്രതീക്ഷയിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടു. രാത്രി 12 മണിയോടുകൂടി വൈകി ഗുരുവായൂർ അമ്പല പരിസരത്തെത്തി. താമസ സ്ഥലം നേരത്തെ തന്നെ തരപ്പെടുത്തിയിരുന്നു. അവിടെ എത്തിയ റൂം മാനേജരോട് വാഗച്ചാർത്ത് കാണാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചു. വലിയ പാടാണ്, മുതലാളി രാവിലെ വരും, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു മാനേജർ. റൂമിൽ പോയി കുറച്ച് കിടന്നു. ഉറക്കം വന്നില്ല, നല്ല ക്ഷീണവുമുണ്ട്. കിടന്നാലാണെങ്കിൽ ഉറങ്ങിപ്പോവും. അത് കാരണം വാഗച്ചാർത്ത് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു, നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറ്റി ഇറങ്ങാം, ഇപ്പോഴാകുമ്പോൾ തിരക്കും കാണില്ല. അപ്പോൾ തന്നെ റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. അപ്പോൾ സമയം രാവിലെ 2:30 കഴിഞ്ഞു. നടയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച പറയേണ്ടതില്ല. നടയിലുള്ള ബാരിക്കേഡ് മുഴുവൻ ഫുൾ. ഞങ്ങൾ ആരൊക്കെ വിഷമിച്ചു. നടയിൽ നിന്നു നമ്മളെപ്പോലെ ഒട്ടനവധി ഭക്തർ പുറത്തു നിൽക്കുന്നു. ഏകദേശം 3 മണിയായപ്പോൾ അമ്പലം ജീവനക്കാരൻ ഒരാൾ വന്ന് കുറച്ച് ആൾക്കാരെ ഒരു ലിസ്റ്റ് നോക്കി വിളിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഭഗവാനെ കാണാൻ എന്താ വഴിയെന്ന്. അപ്പോൾ പറഞ്ഞു, ഈ നിൽക്കുന്ന വരിയുടെ ലാസ്റ്റ് പോകാൻ. വേറെ മാർഗം അന്വേഷിച്ചു. ഇനി മാർഗം അക്ഷയ വഴി നെയ്വിളക്കിന് അപേക്ഷിക്കണം. അങ്ങനെ അക്ഷയ അന്വേഷിച്ചു നടന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ കയറിയ ഉടൻ അവർ പറഞ്ഞു, നെയ്വിളക്ക് സൈറ്റ് ക്ലോസ് ആണ്, ഇനി മാർഗമില്ല. അവിടെ നിന്ന് ഇറങ്ങി അമ്പലനടയിൽ വീണ്ടും വന്നു. വിഷമിച്ചു നിന്നപ്പോൾ ഒരാൾ ഞങ്ങളോട് ചോദിച്ചു, എന്താ വേണ്ടതെന്ന്. ഞങ്ങൾ പറഞ്ഞു, നമുക്ക് വാഗച്ചാർത്ത് കാണണം. അപ്പോൾ എന്നോട് ചോദിച്ചു, നെയ്വിളക്ക് കൂപ്പൺ തരാം, 2000 രൂപയാണ്. ഞങ്ങൾ സമ്മതിച്ചു. കൂപ്പൺ തന്നു. സന്തോഷമായി. തിരുവനന്തപുരത്തുനിന്നും വരുന്നതല്ലേ, ഭഗവാനെ കാണാൻ ഏത് മാർഗമായാലും നമ്മൾ ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നല്ലാതെ വേറെ എന്തു ചെയ്യും. വഴിയും കാണിച്ചു തന്നു ഞങ്ങൾക്ക്. പിന്നെ ഒന്നും അറിഞ്ഞില്ല. 3 പ്രാവശ്യം ഭഗവാൻ ശ്രീകൃഷ്ണനെയും 3 പ്രാവശ്യം വാഗച്ചാർത്തും ഒരു തടസ്സവുമില്ലാതെ കാണാൻ ഭഗവാൻ അനുവാദം തന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ സുദിനം കൺകുളിർക്കെ മനസ്സ് നിറയെ കണ്ട് തൃപ്തിയോടെ അവിടെ നിന്ന് പോരാൻ മനസ്സില്ലാതെ ഇറങ്ങി. ഇനിയും പോകണം മാസം തോറും. എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു ദിവസം പോലും കാണാതെയോ വിളിക്കാതെയോ ഉറങ്ങാൻ കഴിയില്ല. വിളിക്കാതെ ഉറങ്ങിയിട്ടുമില്ല. ഇനി സ്വന്തമായ ഒരു പുതിയ കാറ് വാങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പൂജിക്കണം ഭഗവാന്റെ മുന്നിൽ. കുറച്ചുകൂടെ കടം എൻ്റെ കയ്യിൽ എനിക്ക് ബാക്കിയുണ്ട്. അത് തീർന്നിട്ട് വേണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിത്തരാൻ ശ്രീ ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് എന്ന് പ്രതീക്ഷയോടെ ഒരു ഭക്തൻ അയച്ചു തന്നതാണ്. ഹരേ കൃഷ്ണ.